ഡെഫിനിഷൻ എഴുതിയതിന് ശേഷം താഴെ എഴുതുക. The family planning program was started on the family planning program FPP was started on 1951 1951. Then it upgraded into RCH, reproductive and child health care. Reproductive and child health care. The main aim of RCH is to create a good healthy reproductive society. അത് വേറെ അപ്പോസ്ട്രോഫിയിൽ അടിപൊളിയായിട്ട് ചെയ്താൽ to create good healthy reproductive society. To create a good healthy reproductive society. ആ ഹെഡിങ് എഴുതിയതിന് ശേഷം താഴെ എഴുതുക RCH provides. താഴെ എഴുതണേ RCH provides. ഹെഡിങ് ആണ് RCH provides. 2 കുത്തും 1 വരയും. അതല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, എഴുതിക്കോളൂ. RCH provides 2 കുത്തും 1 വരയും. എന്നിട്ട് പോയിന്റ് ആക്കി താഴെ എഴുതാം. ഫസ്റ്റ് വൺ എഡ്യൂക്കേഷൻ അബൌട്ട് reproductive organs, both male and female. Education about reproductive organs, both male and female. Both male and female. Second point. Puberty changes. Third point. Education about pregnancy, delivery, breastfeeding, child care, etc. Next point. Awareness about STD. STD full form എഴുതി വെക്കണം. Awareness about sexually transmitted disease. Next one. RCH ban. അടുത്ത പോയിന്റ് ആക്കി എഴുതുക. RCH ban ചെയ്തു. Amniocentesis. RCH banned amniocentesis. റെഡിങ് കൊണ്ട് തന്നെ എഴുതുക ബ്രാക്കറ്റിൽ. This test mainly using for detecting any chromosomal abnormality of the fetus. Full stop. But it may misuse by female feticide. Okay, that means എങ്ങനെ by detection of female sex, അതായത് ക്രോമസോം അല്ല അതിൻ്റെ സെക്സ് ഡിറ്റക്ഷൻ ഓഫ് സെക്സ്. ഓക്കെ, അടുത്ത പോയിന്റ് ഒക്കെ എഴുതാം. CDRI. അടുത്ത പോയിന്റ് ഒക്കെ എഴുതുക. CDRI, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. CDRI ഫുൾ ഫോം എഴുതുക. In Lucknow, develop a tablet. റെഡിങ് കൊണ്ട് ചെയ്ത സഹേലി, കൂട്ടുകാരി. Develop a tablet, Saheli. It is a bracket എഴുതിക്കോളൂ. It is a once in a week tablet for preventing fertilization. ബ്രാക്കറ്റിൽ contraceptive pill.
കോൺട്രാസെപ്റ്റീവ് പിൽ. കോൺട്രാസെപ്റ്റീവ് പിൽ. ലാസ്റ്റ് പോയിന്റ്, RCH provide sex education. RCH provide sex education. ഓക്കെ, മതി. ഇത്രയുമാണ് അതിൻ്റെ നോട്ട്സ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ 1, 2, 3 തവണ റിപ്പീറ്റ് ചെയ്ത് ചിന്തിച്ച് പഠിച്ച് അനലൈസ് ചെയ്ത് നോട്ടൊക്കെ ക്ലിയറാക്കി 100% ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഹെഡിങ് എഴുതുക വളരെ വൃത്തിയായിട്ട്. സെക്കൻഡ് ഹെഡിങ് പോപ്പുലേഷൻ, ജനസംഖ്യ. പോപ്പുലേഷൻ എന്ന് എഴുതാം. എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് അടച്ചു വെക്കുക. ശ്രദ്ധിക്കുക, വേഗം എഴുതിക്കോളൂ. ഹെഡിങ് പോപ്പുലേഷൻ എന്ന ഹെഡിങ് എഴുതുക. എന്നിട്ട് ജനസംഖ്യ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, അത് എഴുതണ്ട. പോപ്പുലേഷൻ എഴുതിയതിന് ശേഷം അടച്ചു വെക്കുക. പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ജനസംഖ്യ ഒരു വിധത്തിൽ ഇന്ത്യ നല്ല ലെവലിലാണ് നിൽക്കുന്നത്. അതായത് 2ാം സ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം പോപ്പുലേഷൻ്റെ കാര്യത്തിൽ. അതിൻ്റെ കണക്ക് ഞാൻ വളരെ പതുക്കെ വളരെ രസകരമായിട്ട് പെട്ടെന്ന് പറയാം. 1900 ഏകദേശം 1900 നമ്മൾ വേൾഡ് പോപ്പുലേഷൻ എടുത്തു. അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഒരു 257 രാജ്യങ്ങൾ. ഓക്കെ, ഏകദേശം കണക്കാണ്. 257 രാജ്യങ്ങളുടെ വേൾഡ് പോപ്പുലേഷൻ നമ്മൾ എടുത്തു. ഏത് വർഷത്തിലെ? 1900. ആ സമയത്ത് വേൾഡിൽ 2 ബില്യൺ ജനങ്ങളാണ്. 2 ബില്യൺ ജനങ്ങളാണ് ഉള്ളത്. ഏത് സെൻസസ് എടുത്തപ്പോൾ? ഏകദേശം 1900. വളരെ കുറവാണ്. 1900 2 ബില്യൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇത്രയും വലിയ രാജ്യത്ത്, അല്ലെങ്കിൽ ഇത്രയും വലിയ ലോകങ്ങളിൽ കുറേ രാജ്യങ്ങൾ അടങ്ങിയതാണ് വേൾഡ്. അത്രയും വേൾഡിൽ 2 ബില്യൺ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഏറി വന്നാൽ ഖാദർ സാറോ അല്ലെങ്കിൽ സക്കീർ സാറോ അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ പിന്നീട് നമ്മൾ സെൻസസ് എടുക്കുന്നത് എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ വർഷത്തോടനുബന്ധിച്ച്, അത് ഈ റിലേറ്റഡ് ആണ്, അതായത് അടുത്താണെന്ന് അർത്ഥം. 1945. 1945 നമ്മൾ വേൾഡിൻ്റെ പോപ്പുലേഷൻ അല്ല എടുത്തത്, അന്ന് നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷനാണ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ എടുത്ത ടൈമാണ് 1945. ഈ സമയത്ത് ഇന്ത്യയുടെ പോപ്പുലേഷൻ 350 മില്യണാണ്. 350 മില്യൺ വളരെ കുറവാണ്. 350 മില്യൺ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയുടെ സ്പേമിൻ്റെ അത്രയേ ഉള്ളൂ. വളരെ കുറവാണ് ഈ സമയത്ത് എടുത്തപ്പോൾ. ഓക്കെ, വളരെ കുറവാണ്. പക്ഷേ 2000 അതായത് 100 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2000 നമ്മൾ വീണ്ടും വേൾഡിൻ്റെ സെൻസസ് എടുത്തു. വേൾഡ് എടുത്തു. ആ സമയത്ത് ഇന്ത്യയുടെ പോപ്പുലേഷൻ അല്ല, വേൾഡിൻ്റെ പോപ്പുലേഷൻ എടുത്തത് അല്ലേ. അപ്പോൾ ആ സമയത്ത് 2 ബില്യണുള്ള വേൾഡ് 6 ബില്യണിലേക്കാണ് കുതിച്ചുയർന്നത്. 6 ബില്യൺ ജനങ്ങൾ ആ വേൾഡിൽ 2000. അപ്പം 100 വർഷം കൊണ്ട് ഇത്രയും മാറ്റം. ഒരുപാട് ആളുകൾ കളിയാക്കി, ഒരുപാട് ആളുകൾ പറഞ്ഞു, എന്താ ഈ വേൾഡ് ഇങ്ങനെ പോകുന്നത്, ആരാ ഇതിൻ്റെ പിന്നിൽ, അത് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു ഇന്ത്യ ആയിരിക്കും. ഇന്ത്യയുടെ സെൻസസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കാരണം 350 മില്യൺ ഉള്ളത് 700 മില്യണെങ്കിലും ആയിട്ടുണ്ടാവും എന്നൊരു ഗസ് വരെ പല സയൻറ്റിസ്റ്റും പ്രകടിപ്പിച്ചു. അപ്പോൾ ഇന്ത്യ അങ്ങനെ അപമാനിക്കാൻ പറ്റില്ലല്ലോ. പല ആളുകളും സയൻറ്റിസ്റ്റ് പറയാം 700 ആയിട്ടുണ്ടാവും. പക്ഷേ ആ സയൻറ്റിസ്റ്റ് അങ്ങനെ പറഞ്ഞത് ശരിയല്ല, ആളുകൾ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. പക്ഷെ പിന്നീട് നമ്മൾ ഈ 2000 തന്നെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഒന്ന് ചെക്ക് ചെയ്തു. പിന്നെ ആ പറഞ്ഞ സയൻറ്റിസ്റ്റോ ആളുകളോ മിണ്ടിയിട്ടില്ല. കാരണം ഇന്ത്യയുടെ പോപ്പുലേഷൻ അയാൾ പറഞ്ഞത്ര 700 മില്യൺ ആയിട്ടുണ്ടാവും. പക്ഷേ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഏകദേശം 1 ബില്യണായി. അതായത് ഈ 6 ബില്യണിൽ 1 ബില്യൺ ഇന്ത്യ സംഭാവന ചെയ്തു, ഇന്ത്യ കൊടുത്തു. ബാക്കിയുള്ള രാജ്യങ്ങളെ ബാക്കി 6 ബില്യൺ ഉണ്ടാക്കിയോ, ഇന്ത്യ ഒറ്റക്ക് 1 ബില്യൺ ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഇന്ത്യ. ചക്ക് ദേ ഇന്ത്യ, കിറ്റ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഇന്ത്യ. അതാണ് അമ്മാരി കൊടുത്തത്. മാത്രമല്ല എത്രയാ അതിൻ്റെ മാറ്റം നോക്കിയാൽ നിങ്ങൾ. 6 ബില്യൺ ലോക ജനങ്ങളാണ്, അതിൽ 1 ബില്യൺ ഇന്ത്യയെ കൊടുക്കുന്നത്.
ഇന്ത്യയുടെ പോപ്പുലേഷൻ പേഴ്സൻറ്റേജ് ഓരോ വർഷത്തെ ഇൻക്രിമെൻറ്റ് ഇന്ത്യൻ പോപ്പുലേഷൻ പേഴ്സൻറ്റേജ് 1.7 ആണ്. 1.7% പെർ ഇയർ. ഓരോ വർഷത്തെയും ഇൻക്രിമെൻറ്റ് 1.7% പെർ ഇയർ. അമ്മരി പോക്കാ പോകുന്നത്. ആലോചിച്ച് നോക്കി. ആ സയൻറ്റിസ്റ്റ് 700 മില്യൺ ആയിട്ടുണ്ടാവും പറഞ്ഞപ്പോൾ തന്നെ അല്ലേ അയാളെ പഞ്ഞി കിട്ടും. പക്ഷേ പിന്നീട് അറിഞ്ഞ 1 ബില്യൺ ഇന്ത്യ കൊടുക്കുന്നത്. 1 ബില്യൺ ഇന്ത്യ. എവറി 6th person ആസ് എൻ ഇന്ത്യൻ എന്നാണ് പറയുന്നത്. എവറി 6th person ആസ് എൻ ഇന്ത്യൻ. എല്ലാ 6ാമത്തെ ആൾ ഒരു ഇന്ത്യക്കാരനാണ് എന്നാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. കണക്കുകൾ കള്ളം പറയില്ല. ഇതാണ് പോപ്പുലേഷൻ്റെ അവസ്ഥ. എങ്കിലും ഞാൻ ചോദിക്കുന്നത് ഈ പോപ്പുലേഷൻ എന്തുകൊണ്ട് കൂടുന്നു? എന്താണ് ഇന്ത്യ ഈ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടാനുള്ള കാരണം എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പല ഉത്തരവും പറയും. പല രീതിയിലും പറയും. നിങ്ങളത് എനിക്കറിയാം. ഓക്കെ, ചിലപ്പോൾ കൊറോണ എന്ന് വരെ പറയും, അല്ലെങ്കിൽ ക്വാറന്റൈൻ എന്ന് പറയും, പല രീതിയിലും പറയും. പക്ഷേ പോപ്പുലേഷൻ കൂടാനുള്ള കാരണം എന്ത്, ആ പോപ്പുലേഷൻ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. അതിൻ്റെ മുന്നേ പോപ്പുലേഷൻ എന്ന ഹെഡിങ് എഴുതിയിട്ട് ഈ ഒരു കണക്ക് വളരെ വൃത്തിയിൽ നല്ല ഇങ്ക് കൊണ്ട് കണക്കെങ്കിലും വൃത്തിയായിട്ട് എഴുതി വെക്കുക. നിങ്ങളെപ്പോലത്തെ കുട്ടിക്ക് ഈ പോപ്പുലേഷനെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയെ നമുക്ക് നഷ്ടപ്പെടും. സേവ് ഇന്ത്യ എന്ന് പറഞ്ഞത് ഇന്ത്യയെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം. നിങ്ങളുടെ മുത്തശ്ശിയോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ യുദ്ധം ചെയ്ത് കഴിഞ്ഞു. നിങ്ങളിനി യുദ്ധക്കളത്തിലേക്ക് കിടക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുതരാം ഈ അവയർനെസ് പ്രോഗ്രാം. സോ ബി കെയർഫുൾ. ഈ കണക്ക് നോട്ടിൽ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്തുകൊണ്ട് പോപ്പുലേഷൻ കൂടുന്നു, റീസൺ ഫോർ ഇൻക്രീസിങ് പോപ്പുലേഷൻ, ഹൗ ടു കൺട്രോൾ പോപ്പുലേഷൻ എന്നീ 2 ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ റീസൺ ഫോർ ഇൻക്രീസിങ് പോപ്പുലേഷൻ ഇൻക്രീസ് ആവാനുള്ള കൂടാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? അപ്പം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരുപാട് റീസൺസ് ഉണ്ട്. അതൊക്കെ ശരിയാണ്, ശരിയല്ല എന്നുള്ളതല്ല. പക്ഷേ NCERT നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4 റീസൺസാണ് മെയിനായിട്ട്. ആ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള മെയിൻ 4 റീസൺസിൽ ഒന്നാമത്തെ റീസണാണ് ഡിക്രീസ്ഡ് MMR. ഡിക്രീസ്ഡ് MMR. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറയുക. MMR മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. ഫുൾ ഫോം ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് MMR? MMR എന്ന് പറഞ്ഞാൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് MMR. മെറ്റേണൽ എന്ന് പറഞ്ഞാൽ അമ്മ, മദേഴ്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റേണൽ. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെത്ത്. ഓക്കെ, റേറ്റ് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഒക്കെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ അമ്മമാരുടെ മരണനിരക്ക് കുറഞ്ഞു. ഈ മരണനിരക്ക് കുറഞ്ഞത് കൊണ്ടാവാം പോപ്പുലേഷൻ കൂടാനുള്ള ഒരു റീസൺ. ഇനി മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്താണ്. മോർബിഡിറ്റി എന്ന വേറെ വാക്ക് വരാറുണ്ട്, ഇതിലല്ല. മോർബിഡിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് ഡിസീസ് റേറ്റ് ആണ്. ഡിസീസ്. മോർട്ടാലിറ്റി ആകുമ്പോൾ അത് ഡെത്താണ്. ഇനി രണ്ടാമത്തെ റീസൺ, ഒരു റീസൺ പറഞ്ഞു, രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഓക്കെ ഡിക്രീസ്ഡ് IMR. IMRൻ്റെ I എന്ന് പറഞ്ഞാൽ ഇൻഫൻ്റ് ആണ്. ഇൻഫൻ്റ് എന്ന് പറഞ്ഞാൽ ശിശു, കുട്ടികൾ. ശിശു മരണനിരക്ക് കുറഞ്ഞു. ശിശുക്കളുടെ മരണനിരക്ക് കുറഞ്ഞത് കൊണ്ട് പോപ്പുലേഷൻ കൂടി. അതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ കുറഞ്ഞു. റിഗാർഡിംഗ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് അറിവ് കുറഞ്ഞത് കൊണ്ട്. അപ്പോൾ എന്താണ് ലൈംഗിക ബന്ധ സമയത്ത് കുഞ്ഞുണ്ടാവാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്, അതാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. കോണ്ടം എങ്ങനെ ഉപയോഗിക്കണം, എന്താണ് കോണ്ടം, എന്താണ് കോപ്പർറ്റി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് അറിവില്ലായ്മ പോപ്പുലേഷൻ കൂട്ടും. ഇതാണ് മൂന്നാമത്തെ റീസൺ. നാലാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഏർലി മാരേജ്, ശൈശവ വിവാഹം, ചെറുപ്പത്തിലെ കല്യാണം കഴിക്കുക. 16, 17, 18 വയസ്സ്, 19 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചാൽ കുറേ കുഞ്ഞുങ്ങളുണ്ടാവുന്ന ഒരു ചാൻസ് ഈസ് ദർ. അപ്പോൾ നേരത്തെ ഉള്ള കല്യാണം, ശൈശവ വിവാഹം പോപ്പുലേഷൻ കൂട്ടും. ഏർലി മാരേജ് ഷുഡ് ഇൻക്രീസ് പോപ്പുലേഷൻ. ദീസ് ആർ ദ റീസൺ ഫോർ ഇൻക്രീസിങ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ കൂടാനുള്ള 4 റീസൺസ് ആണ് ഞാൻ പറഞ്ഞത്.
ഒന്ന് ഡിക്രീസ്ഡ് MMR. MMR എന്ന് പറഞ്ഞാൽ അമ്മമാരെന്നല്ല കേട്ടോ, MMR എന്നാണ്. MMR എന്ന് പറഞ്ഞാൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു. ഓക്കെ, അതുപോലെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ റിഗാർഡിങ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് അറിവില്ലായ്മ പോപ്പുലേഷൻ കൂട്ടും. അതുപോലെ തന്നെ ഏർലി മാരേജ്, ചെറിയ കുട്ടികൾ കല്യാണം കഴിക്കും, അതായത് ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് കല്യാണപ്രായം ആയിട്ടുണ്ട് എങ്കിലും ആദ്യമേ, ഇപ്പോൾ എക്സാമ്പിൾ 18 വയസ്സാണ് മിനിമം ഒരു ഫീമെയിലിൻ്റെ കല്യാണപ്രായം. പക്ഷേ ആ മിനിമത്തിനെക്കാട്ടും താഴേക്ക് വരുന്ന ആൾക്കാരുണ്ട്, പിന്നെ മിനിമത്തിൽ തന്നെ കല്യാണം കഴിക്കാനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, മാക്സിമം ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. നമ്മളൊരു ഫോമോ അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ നോട്ട്സോ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് ഡേറ്റ് കൊടുത്താൽ ആ കുട്ടി ലാസ്റ്റ് ചോദിക്കൽ എന്താ, സാർ എന്നാൽ ലാസ്റ്റ്, എല്ലാ കാര്യത്തിലും ലാസ്റ്റ് ഡേറ്റാണ് ചോദിക്കുക. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം ഫസ്റ്റ് ഡേറ്റ് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഏർലി മാരേജ് പോപ്പുലേഷൻ കൂട്ടും. ഇതാണ് പോപ്പുലേഷൻ കൂടാനുള്ള 4 കാരണങ്ങൾ. അപ്പോൾ നിങ്ങൾ ഹെഡിങ് ചെയ്ത നോട്ട്ബുക്ക് നല്ല വൃത്തിയായിട്ട് ഹെഡിങ് ചെയ്ത റീസൺ ഫോർ ഇൻക്രീസിങ് പോപ്പുലേഷൻ എഴുതിക്കോളൂ. റീസൺ ഫോർ ഇൻക്രീസിങ് പോപ്പുലേഷൻ എന്ന് ഹെഡിങ് ചെയ്തു. അതിനുശേഷം 4 റീസൺസ് വളരെ വൃത്തിയായിട്ട് താഴെ എഴുതുക. ഒന്ന്, ഡിക്രീസ്ഡ് MMR. ഇങ്ങനെ വരച്ചാൽ മാത്രം പോരാ, എഴുതണം. ഡിക്രീസ്ഡ് MMR എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ ഫുൾ ബ്രാക്കറ്റിൽ അടിപൊളിയായിട്ട് ഫുൾ ഫോം എഴുതുക. മറ്റൊരു ഇങ്കും ഉണ്ട്, MMRൻ്റെ ഫുൾ ഫോം, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. സെക്കൻഡ് പോയിന്റ് എഴുതുക, ഡിക്രീസ്ഡ് IMR എന്ന് എഴുതിയതിന് ശേഷം ബ്രാക്കറ്റിൽ IMRൻ്റെ ഫുൾ ഫോം, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇനി 3 എഴുതുക, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ റിഗാർഡിങ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ചുള്ള അറിവ് കുറവ്. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ റിഗാർഡിങ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, ഏർലി മാരേജ്, ശൈശവ വിവാഹം. ഈ 4 പോയിന്റാണ് പോപ്പുലേഷൻ കൂട്ടാനുള്ള കാരണം. ഇനി അടുത്ത ഹെഡിങ് എഴുതുക, ഹൗ ടു കൺട്രോൾ പോപ്പുലേഷൻ. എങ്ങനെ പോപ്പുലേഷൻ കുറയ്ക്കാം? അടുത്ത ഹെഡിങ് എഴുതുക, ഹൗ ടു കൺട്രോൾ പോപ്പുലേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം. ഹെഡിങ് എഴുതിയതിന് ശേഷം ബോർഡിലേക്ക് നോക്കുക. പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് വേണം. അപ്പോൾ കൂടാനുള്ള കാരണങ്ങൾ ആദ്യം മനസ്സിലാക്കുക, എന്നാലേ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്നാമത് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഏർലി മാരേജ് അവോയ്ഡ് ചെയ്യാം. ഏർലി മാരേജ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ പോപ്പുലേഷൻ കൺട്രോൾ ആവും. ഒരു റീസൺ. ഓക്കെ, ഒരു രീതി അങ്ങനെയാണ്. രണ്ടാമത്തത് എഡ്യൂക്കേഷൻ കൊടുക്കുക. എന്തിനെക്കുറിച്ച്? റിഗാർഡിങ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അപ്പോൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടായിരുന്നു പോപ്പുലേഷൻ കൂടിയത്. അപ്പോൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് കൊടുക്കുക. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് നല്ലൊരു അറിവ് കൊടുക്കുക. മൂന്നാമത്തത് നമ്മൾ ചെയ്യേണ്ട പോയിന്റ് അവയർനെസ് നൽകുക. നല്ലൊരു അവയർനെസ്. ഓക്കെ, ബോധവൽക്കരണം കൊടുക്കുക പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അതിൽ കൊടുക്കുന്ന 3 ബോധവൽക്കരണങ്ങൾ. ഒന്നാമത്തെ ബോധവൽക്കരണം എല്ലാവർക്കും അറിയാം, നമ്മൾ. ദോ നമ്മൾ 2, നാം 2. ഹമാരേ ദോ, ഓക്കെ, ഹമാരേ ദോ. ഓക്കെ, നാം 2, നമുക്ക് 2. ഹം ദോ, ഹമാരേ ദോ. രണ്ടാമത്തെ ഒരു അവയർനെസ് എന്താണ്? ഏക്ക് ചൈൽഡ്, ഒരു കുട്ടി മതി. ഏക്ക് ചൈൽഡ് നോ, കുടുംബത്തിൽ ഒരു കുട്ടി മതി എന്ന് തീരുമാനിക്കുക. ഏറ്റവും അവസാനം നമ്മൾ കൊടുക്കുന്ന ഒരു അവയർനെസ് ആണ് ഗിവ് ഇൻസെൻറ്റീവ്സ്. പാരിതോഷികങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ചെറിയ കുടുംബത്തിന് പാരിതോഷികങ്ങൾ കൊടുത്താൽ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ 3 അവയർനെസ് നമ്മൾ കൊടുക്കണം. കുടുംബത്തിൽ ഒരു കുട്ടി മതി എന്നുള്ളൊരു അവയർനെസ് ചൈനയിൽ നടപ്പിലാക്കിയത്. ഇന്ത്യയിലൊക്കെ ഉള്ളത് ഹം ദോ ഹമാരേ ദോ, നാം 2 നമുക്ക് 2. നാം 2 നമുക്ക് 2 എന്നുള്ള അവയർനെസ്. അല്ലാതെ ഒരു പാട്ടല്ല. റീപ്രൊഡക്ഷൻ സമയത്ത് പാടിയാൽ, ഈ പാട്ട് പാടിയാൽ കുട്ടികൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ചില കുട്ടികൾ ഹം ദോ ഹമാരാ ദോ എന്നൊക്കെ പറഞ്ഞ് പാടാറുണ്ട്. അങ്ങനെ പാടരുത്. ഇതൊരു അവയർനെസ് പ്രോഗ്രാമാണ്. അപ്പോൾ 2 കുട്ടികളായ ഭാര്യയും ഭർത്താവും കൺട്രോൾ ചെയ്യണം. ഇനി കുട്ടി വേണ്ടാൻ തീരുമാനമെടുക്കണം.
ഓക്കെ, അപ്പോൾ അങ്ങനെ 2ഉം 3ഉം കുട്ടികളായി കഴിഞ്ഞ് വീണ്ടും ഭർത്താവ് നിർബന്ധിക്കുകയാണ് കുഞ്ഞ് വേണമെന്ന് പറയാൻ. നിങ്ങൾ പറയണം പാടില്ല പാടില്ല, നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ എന്ന് പറയണം. ഓക്കെ, അല്ലാതെ പുറകിൽ നടന്ന് ഞാനും വരട്ടെ എന്ന് ചോദിച്ച് പാടി പാടി പോവല്ല വേണ്ടത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയെ നമ്മൾ രക്ഷിക്കണമെങ്കിൽ സേവ് ചെയ്യണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഹൗ ടു കൺട്രോൾ പോപ്പുലേഷൻ, എങ്ങനെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാം ഈ രൂപത്തിൽ. ഓക്കെ, ഏതൊക്കെ രൂപത്തിൽ? അവോയ്ഡ് ഏർലി മാരേജ്, ഏർലി മാരേജ് അവോയ്ഡ്, പാടെ ഒഴിവാക്കുക. രണ്ടാമത്തെ എഡ്യൂക്കേഷൻ റിഗാർഡിങ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് എല്ലാവർക്കും അവയർനെസ് കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. 3 അവയർനെസ് നൽകുക. എന്തൊക്കെ അവയർനെസ് നൽകേണ്ടത്? ആ 3 അവയർനെസ് ഞാൻ പറഞ്ഞു അല്ലേ. നമ്മുടെയൊക്കെ വണ്ടിയുടെ ഒക്കെ പുറകിൽ നോക്കിയാൽ, ചില ലോറിയുടെ ഒക്കെ പുറകിൽ നോക്കിയാൽ കാണാൻ പറ്റും ഹം ദോ ഹമാരേ ദോ, നാം 2 നമുക്ക് 2, ഏക് ചൈൽഡിനൊക്കെ എഴുതി വെക്കാറുണ്ട്. അതിന് എന്തിനാണ്? നമുക്കൊരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രോഗ്രാമാണ് അതൊക്കെ. RCH പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസാണ്. അപ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എന്തുകൊണ്ട് പോപ്പുലേഷൻ കൂടുന്നു, ഈ 2 കാര്യം ഞാൻ പറഞ്ഞു. ഹൗ ടു ഇൻക്രീസ് പോപ്പുലേഷൻ, എങ്ങനെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ഹൗ ടു കൺട്രോൾ പോപ്പുലേഷൻ, ഈ 2 പോയിന്റ് ഞാൻ പറഞ്ഞു. വളരെ വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. ഈ ഹൗ ടു കൺട്രോൾ പോപ്പുലേഷൻ്റെ കാര്യം ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. ബാക്കിനേക്ക് അറിയെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർക്കുക. സോ ഹൗ ടു കൺട്രോൾ പോപ്പുലേഷൻ എന്നുള്ള കാര്യം വളരെ വൃത്തിയായിട്ട് നിങ്ങൾ എഴുതി വെക്കുക, നോട്ട് റെഡിയാക്കുക. ഓക്കെ, താങ്ക് യു ഫോർ കൈൻഡ് കോപ്പറേഷൻ.